ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് നൽകിയ ഈ നല്ല നിമിഷത്തെ ഓർത്ത്, ഈ നല്ല ഭാഗ്യ നിമിഷമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ നല്ല ഭാഗ്യ നിമിഷത്തെ ഓർത്ത് കർത്താവിന് കോടാനുകോടി നന്ദി പറയുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയനെ ഒരുക്കിയ അപ്പം ഈ ഒരു ബലത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രത്തെ സ്തുതിക്കുന്നു. ബലഹീനമാണ്, ഒന്നിനും ഒരു ബലമില്ല, എങ്കിലും ബലഹീനമായതിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലേ? ബലഹീനമായതിനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബലമുള്ളതിനെ അല്ല കർത്താവിന് ആവശ്യം. ബലമില്ലാത്ത പോലെ നിന്നെയും എന്നെയും പോലെയുള്ള ജീവിതങ്ങളെയാണ് കർത്താവിന് ആവശ്യം. അതുകൊണ്ട് ആരും അയ്യോ എനിക്കിന്ന് ബലമില്ലേ, അയ്യോ എനിക്കിന്ന് സമ്പത്തില്ലേ, അയ്യോ എനിക്ക് ആരോഗ്യമില്ലേ, അപ്പം പറയും എനിക്കതാ വേണ്ടേ, എനിക്കതാ വേണ്ടേ, എനിക്ക് സമ്പത്തുള്ളതിന് എനിക്ക് ആവശ്യമില്ല, ആരോഗ്യമുള്ളതിന് എനിക്ക് വേണ്ട, എനിക്കതിനെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടാവത്തില്ല എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ നിന്നെ എനിക്ക് വേണം. നീ പറയുന്നില്ലേ എനിക്ക് സമ്പത്തില്ല എന്ന് പറയത്തില്ലേ? യെസ്, എനിക്ക് നിന്നെ വേണം. ഞാൻ നിന്നെ സെലക്ട് ചെയ്തൊരു സാധനമാട്ടോ, ഞാൻ നിന്നെ സെലക്ട് ചെയ്തേക്കുവാണ്. അത്രയും പേരിൽ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ച സെലക്ട് ചെയ്തേക്കുവാ. അതുകൊണ്ട് ഇല്ല എന്ന് നീ പറയുമ്പോൾ അപ്പം പറയും നോ നോ നോ, യെസ്. നീ നോ പറയുമ്പോൾ അപ്പം പറയും നോ, നീ തന്നെയാ, യു ആർ സെലക്റ്റഡ് വൺ, അല്ലേ? നീയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒന്ന് നീയാണെന്ന് അപ്പം പറയും. നീ അയ്യോ എന്ന് വിളിക്കുമ്പോഴും അപ്പം പറയും ഇല്ല, ഞാനാ നിന്നെ വിളിച്ചേക്കുന്നത്. നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. നിനക്കിപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, അതൊന്നും നീ നോക്കേണ്ട. വിളിച്ച ദൈവത്തെ നീ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. വേറെ ആരെയും നീ നോക്കേണ്ട. പലരും പലതും പറയും. വേദനയോട് കൂടിയാണ് ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ നിൽക്കുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ സ്വർഗസ്ഥനായ അപ്പൻ, വേറെ ഒന്നും വേണ്ട, വേറെ ഒരു അപ്പനെ നോക്കേണ്ട ആവശ്യമില്ലെന്നേ. ഭൂമിയിലുള്ള അപ്പന്മാരെ നോക്കേണ്ട, ഭൂമിയിലുള്ള അപ്പന്മാരെ ഒന്നും നിങ്ങൾ നോക്കേണ്ട. സ്വർഗത്തിലെ അപ്പനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ വലങ്കരം മുറുകെ പിടിച്ചിട്ടുണ്ടല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വർഗത്തിലുള്ള അപ്പനെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. അവനെ മുറിവേറ്റാലും കുഴപ്പമില്ല. അവനെ നമ്മൾ കുത്തി വേദനിപ്പിച്ചതല്ലേ, ഒരുപാട് കുത്തി വേദനിപ്പിച്ചതല്ലേ. എങ്കിലും എന്താ, നമുക്ക് വേണ്ടിയല്ലേ ജീവനെ തന്നത്. ഈ ഭൂമിയിലുള്ള അപ്പന്മാർ അങ്ങനെ ചെയ്യോ? ഭൂമിയിലുള്ള അപ്പന്മാർ നമുക്ക് വേണ്ടി അങ്ങനെ ചെയ്യോ? ക്രൂശിക്കപ്പെടോ അല്ലെങ്കിൽ രക്തം തരുമായിരിക്കാം. പക്ഷെ എനിക്കറിയത്തില്ല, എൻ്റെ അപ്പനെ പോലെ, എൻ്റെ സ്വർഗത്തിലുള്ള അപ്പനെ പോലെ നമുക്ക് തരാൻ കഴിയുന്ന ഒരു അപ്പൻ വേറെ ഇല്ല. നമ്മുടെ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും ഭാരങ്ങളെയും മനസ്സിലാക്കുന്ന ഒരപ്പൻ വേറെ ഇല്ല. നമ്മൾ മതക്കാരെയോ അല്ലെങ്കിൽ പള്ളി അതൊന്നുമല്ല. നമ്മൾ അറിയേണ്ടത് ആരെയാണ്? കർത്താവിനെ, അല്ലേ? വിളിച്ച ദൈവത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത്. പഴയ കാലങ്ങളിലെല്ലാം നമ്മളും പലവിധമായ ചർച്ചകളിലെല്ലാം നമ്മൾ പോയിരുന്നു. ഇതൊരിക്കലും ഒരു മതത്തെ എതിരായിട്ടോ അല്ലെങ്കിൽ ഒരു സഭയെ എതിരായിട്ടോ പറയുന്നൊരു കാര്യമല്ല. സകലത്തെയും സൃഷ്ടിച്ച കർത്താവ്, അവങ്കിലേക്ക് സമയമായപ്പോൾ നമ്മൾ നോക്കാൻ തുടങ്ങി, അല്ലേ? അതാണ് വേണ്ടത്. അതാണ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവർക്ക് പലർക്കും ഇല്ലാത്ത പോയത് കാര്യവും അത് തന്നെയാണ്. സമയമായിട്ടും അവരെന്ത് ചെയ്യുന്നില്ല? കർത്താവിലേക്ക് നോക്കുന്നില്ല, അവങ്കിലേക്ക് തിരിയുന്നില്ല. പക്ഷേ ഞാനിന്നിവിടെ നിൽക്കുന്നത്, നിങ്ങളുടെ മുമ്പായി നിൽക്കുന്നത് ജീവൻ്റെ അപ്പവുമായിട്ടാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു നീ പൊയ്ക്കോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, നീ പൊയ്ക്കോ, നീ മുങ്ങി പൊങ്ങത്ത, നീ താന്നു പോകത്തൊന്നുമില്ല. നീ എന്തൊക്കെ വെള്ളത്തിൽ കൂടെ കടന്നാലും നീ അതിൽ താന്നു പോകത്തില്ല, തീയിലൂടെ നടന്നാലും നീ വെന്ത് പോകത്തില്ല. കാരണം ആരാ? ഞാനാ നിൻ്റെ കൂടെ ഇരിക്കുന്നത്, ഞാനാ നിൻ്റെ വലങ്കരം മുറുകെ പിടിച്ചിരിക്കുന്നത്. നീ തകർന്നു പോകത്തില്ല, നീ വീണ് പോകത്തില്ല, തള്ളിയിടാൻ ഞാൻ നിന്നെ ഒരു ശക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന ആ ഒരു വിശ്വാസം, അത് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അതാണ് വേണ്ടത്. വേറെ ഒന്നും വേണ്ട, ആരെയും നോക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ ഇന്ന് വന്നേക്കുന്നത് ജീവന്റെ അപ്പത്തിൻ്റെ അടുക്കലാണ്, ഞാനിന്ന് വന്നേക്കുന്നത് ജീവജലത്തിൻ്റെ നദിയുടെ അടുക്കലാണെന്ന് എത്ര പേർക്ക് അറിയാൻ കഴിയും? യെസ്, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നെത്തിയിരിക്കുന്നത് കറക്റ്റ് പ്ലേസിലാണ്. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എത്തിയിരിക്കുന്നത് കറക്റ്റ് പ്ലേസിലാണ്. എൻ്റെ അപ്പനോട് എന്തും പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം, ഞാൻ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്കറിയാം എൻ്റെ ഡെസ്റ്റിനേഷൻ ഞാനത് എത്തി, എൻ്റെ അപ്പനെ ഞാൻ കണ്ടുമുട്ടി. എനിക്കിനി അതിൽ ഉപരിയായിട്ട് വേറെ ഒന്നുമില്ല, വേറെ ഒരു സന്തോഷം എനിക്ക് നേടുവാനായിട്ടില്ല. എന്തിനാ ഈ ഭാരം? എന്തിനാ ഇങ്ങനെ മോഹിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ? എന്തിനാ ഈ ആകുലതകൾ? വേണ്ട,
വിട്ടേക്ക്. നീ നോക്കിക്കോ, ആ അപ്പന്റെ നല്ല മുഖത്തേക്ക് നീ നോക്കിക്കോ. നിന്റെ ഭാരം, നിന്റെ പ്രയാസം ഇന്ന് തന്നെ അത് അഴിഞ്ഞു പാർന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വേറെ ഒന്നിനെ നീ നോക്കേണ്ട ആവശ്യമില്ല. പലരും പറഞ്ഞോട്ടെ, പലതും പറഞ്ഞ് പരിഹസിച്ചോട്ടെ, പലതും പറഞ്ഞ് കുത്തി നോവിച്ചോട്ടെ, പലതും പറഞ്ഞ് കളിയാക്കിക്കോട്ടെ, നോ പ്രോബ്ലം. നീ വിശ്വസ്തനായി ഇരുന്നാൽ മാത്രം മതി. വിട്ടുപോവരുത്, പതറിപ്പോവരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞതും പറഞ്ഞ് അവരുടെ പുറകിലെ പോയേക്കരുതേ. നശിച്ചു പോവും. നിത്യജീവനിലേക്കാണ് നമ്മുടെ യാത്ര. നിത്യജീവനിലോട്ടുള്ളതാണ് നിന്റെ എൻ്റെ യാത്ര. ആ യാത്രയെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നിന്റെ മുമ്പില്, നിന്റെ ആ വഴിയില്, ആ ഒരു യാത്രയുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ വിട്ടുപോയേക്കരുത്. ആ യാത്രയെ തടസ്സപ്പെടുന്ന എന്തൊക്കെ വന്നാലും നീ അതിനെ ഒന്നിനെ മൈൻഡ് ചെയ്തേക്കരുത്. അതൊക്കെ പോട്ടെ. ഞാൻ പോകുന്നത് നിത്യജീവനിലേക്കാണ്. ആ ഒരു ബോധ്യം എനിക്കും നിങ്ങൾക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തൊക്കെ വന്നാലും, എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും കുഴപ്പമില്ലെന്നേ. ഇതിലപ്പുറമായിട്ടാ അപ്പ സഹിച്ചേക്കുന്നേ, ഇതിലെല്ലാം മേൽത്തരമായിട്ടാ അപ്പ സഹിച്ചേക്കുന്നേ. പക്ഷെ കർത്താവ് വിട്ടുകൊടുത്തോ? ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഇടയിൽ തന്നെ വന്നില്ലേ? അതുകൊണ്ട് ആ നല്ല കർത്താവിനെയാണ് ഞാൻ ഇന്ന് ആരാധിക്കുന്നത്. എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ ഇന്ന് വന്നേക്കുന്നത് ആ ജീവന്റെ അപ്പം കഴിക്കാനായിട്ടാണെന്ന്? എത്ര പേർക്ക് പറയാൻ കഴിയും? ദാഹിക്കുന്നവരുടെ ഇരിപ്പുണ്ടോ? വിശക്കുന്നവരുടെ ഇരിപ്പുണ്ടോ? ആ വിശപ്പം ദാഹമുള്ളവരാണെങ്കിൽ കഴിച്ചോ. ജീവന്റെ അപ്പത്തെയാണ് നീ കഴിക്കേണ്ടത്. മറ്റെന്ത് നീ കഴിച്ചാലും നിനക്ക് വീണ്ടും വിശപ്പുണ്ടാവും. മറ്റെന്ത് നീ കഴിച്ചാലും നിനക്ക് വീണ്ടും വിശക്കും. മറ്റെന്ത് നീ കുടിച്ചാലും നിനക്ക് വീണ്ടും ദാഹിക്കും. പക്ഷേ ജീവന്റെ അപ്പത്തെയും ജീവജലത്തിന്റെ നദിയുമാണ് നീ ഇന്ന് ഭക്ഷിക്കുന്നതെങ്കിൽ, പാനം ചെയ്യുന്നതെങ്കിൽ നിനക്കൊരു നാളും പിന്നെ ദാഹിക്കത്തില്ല, നിനക്കൊരു നാളും പിന്നെ വിശക്കത്തില്ല. ഔവണ്ണമാണ് കർത്താവ് നിനക്ക് തരുന്നത്. നമുക്കറിയാലേ, എന്തൊക്കെ പറഞ്ഞാലും പല സ്ഥലങ്ങളിൽ നമ്മൾ പോയാലും ഇച്ചിരി വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാലും, ദാഹത്തിന് ഇച്ചിരി വെള്ളം കുടിച്ചാലും വീണ്ടും നമുക്ക് ദാഹിക്കും. പക്ഷേ കർത്താവിലുള്ളൊരു ദാഹം, കർത്താവിലുള്ളൊരു ദാഹം, ആ ദാഹം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ദാഹവുമായിട്ട് നീ കറക്റ്റ് പ്ലേസിൽ എത്തിച്ചേരുമ്പോൾ അവൻ നിനക്ക് ജീവജലത്തിന്റെ നദികളെ അവൻ തുറന്നു തരും. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? നീ നിന്റെ ഈ ദാഹവുമായി, നിന്റെ ഈ വിശപ്പുമായി പോയി നിൽക്കേണ്ടത് ഒരു ബാങ്കിന്റെ മുമ്പിലല്ല. നിന്റെ ഈ വിശപ്പും ഈ ദാഹവുമായി നീ പോയി നിൽക്കേണ്ടത് ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലല്ല. അത് അല്പസമയത്ത് മാത്രമേ ഉള്ളൂ. ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കുവാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് സഹിതം, അല്ലെ, പലിശ സഹിതം നിനക്ക് തിരിച്ചടക്കേണ്ടി വരും. നീ ഒരു ആശുപത്രി പോവുകയാണെങ്കിൽ നിനക്ക് പിന്നെ രോഗം വരത്തില്ലെന്നാണ് അവർ പറയുന്നത്. അല്ല, അതിന്റെ ഒരു കോഴ്സ് ആന്റിബയോട്ടിക് തന്ന് അത് കഴിച്ചു കഴിയുമ്പോൾ വീണ്ടും നിനക്ക് എന്ത് ചെയ്യും? അസുഖം വരും. എന്നാൽ നീ കണ്ടെത്തേണ്ടത്, നീ അടുത്ത് ചെല്ലേണ്ടത് ആരിലേക്കാണ് നീ എത്തേണ്ടത് എന്നൊരു ബോധ്യവും എനിക്കും നിനക്കും എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ എത്തിച്ചേരേണ്ടത് ജീവന്റെ അടുത്താണ് ഞാൻ എത്തിച്ചേരേണ്ടത്. ജീവന്റെ അപ്പത്തിന്റെ അടുത്താണ് ഞാൻ എത്തിച്ചേരേണ്ടത്. അപ്പത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൺഡേ സ്കൂൾ മുതലേ നമ്മളെല്ലാം പഠിക്കുന്ന ഒരു കാര്യമാണ് അപ്പത്തെ പറ്റി, അല്ലേ? എല്ലാവർക്കും അറിയാം. നമ്മുടെ കുഞ്ഞുമക്കളോട് ചോദിച്ചാൽ പോലും അവർ പറയും 5 അപ്പത്തെ പറ്റിയും 2 ചെറിയ മീൻ്റെയും കഥ അവരെല്ലാം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ഞാനത് വായിച്ച് വന്നപ്പോൾ അപ്പം മാത്രമല്ല ഞാൻ അവിടെ കണ്ടത്, ഒരു തൃപ്തി തരുന്ന ദൈവത്തെ ഞാൻ കണ്ടുമുട്ടാനിടയായി. ഒരു തൃപ്തി തരുന്ന ഒരു ദൈവത്തെ ഞാൻ ഇവിടെ കണ്ടുമുട്ടി. എൻ്റെ ആ വചന വായനയിലൂടെ, ആ വചനവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, അടയാളങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമല്ല അവർ വീണ്ടും അപ്പന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്. അവർക്കൊരു തൃപ്തി വന്നത് കൊണ്ടാണ്. ആ കഴിച്ച അപ്പം, അവർക്ക് ദൈവം ആ വാഴ്ത്തി നുറുക്കി കൊടുത്ത അപ്പം കഴിച്ച് തൃപ്തി വന്നത് കൊണ്ടാണ് അവരെല്ലാവരും വീണ്ടും അവനെ അനുഗമിക്കാൻ തുടങ്ങിയത്, വീണ്ടും അവന്റെ പുറകിൽ പോവാൻ തുടങ്ങിയത്. തൃപ്തി ഉള്ളത് കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. തൃപ്തി ഇല്ലെങ്കിൽ പോവോ? ചോദിച്ചോക്ക, നമ്മൾ തന്നെ നമ്മളോടൊന്ന് ചോദിച്ചോക്ക. തൃപ്തി ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഞായറാഴ്ച ഈ ചർച്ചിൽ വരോ? ഒരിക്കലുമില്ല. നമുക്ക് എത്രയോ ചർച്ച നടക്കുന്നുണ്ടല്ലേ, എത്രയോ ആരാധനകൾ നടക്കുന്നുണ്ട്. ഒരു തൃപ്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും നീയും വരത്തില്ല. തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നീയും ഞാനും വരത്തുള്ളൂ. അത് അപ്പന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ കൊടുക്കുമ്പോഴെല്ലാം നീ 1 ചോദിക്കുമ്പോഴും 10 നിനക്ക് തരുന്നത്. അതെന്തിനാ?
അതെന്തിനാ നിനക്ക് തരുന്നത്? തൃപ്തിപ്പെടാൻ അല്ലേ? ബാങ്ക് ലോണിൽ 1 ലക്ഷം രൂപ ചോദിച്ചാൽ 1.5 ലക്ഷം ഇരിക്കട്ടെ എന്നും പറഞ്ഞ അവർ തരോ? ഇല്ല, തിരിച്ച് 2.5 ലക്ഷം രൂപയായിട്ട് അവർ വാങ്ങത്തുള്ളൂ അല്ലേ? അപ്പൊ നിനക്കൊരു തൃപ്തി ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ രോഗം ഫുള്ള് മാറും എന്ന് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു തൃപ്തി നമുക്ക് അവിടെ ഇല്ല. തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും വരത്തുള്ളൂ. ഒരു തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നീ കർത്താവിന് നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ പോവുമെന്ന് അവന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് എൻ്റെ അപ്പൻ എപ്പോഴും നിനക്ക് തരുന്നത് തൃപ്തി വരുത്തക്ക രീതിയിൽ അവൻ തരുന്നത്. അതുകൊണ്ട് അവർ കഴിച്ച് 5000 പേർ കഴിച്ച് 12 കുട്ട വീണ്ടും അവർക്ക് എന്ത് ചെയ്തത്? അവർക്ക് വേണ്ടി വന്നു അല്ലെ? കുട്ട അവർ ശേഖരിച്ചു, അവർ തിന്ന് തൃപ്തരായി എന്നാണ് വചനം പറയുന്നത്. അങ്ങനത്തെ വചനം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? തിന്ന് തൃപ്തരായി, അതാണ് വചനം പറയുന്നത് അല്ലെ? അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും അവന്റെ പുറകെ പോകുന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കി, 5 അപ്പത്തെ 2 ചെറിയ മീനിനെയും കൂടെ ഇട്ട് വീണ്ടും വീണ്ടും ഒന്ന് വായിച്ചു. നമുക്കറിയാം, നമുക്ക് ആ മർക്കോസ് 6-ാം അധ്യായത്തിൽ, അതുപോലെ യോഹന്നാൻ 6-ാം അധ്യായത്തിലുമാണ് ആ വാക്യങ്ങൾ കിടക്കുന്നത്. മർക്കോസ് 6-ാം അധ്യായം അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങളും, അതുപോലെ യോഹന്നാൻ അതിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. തിബരിയസ് കടക്കരയിൽ അവരിരുന്ന എന്താണ്, യേശു പല ഉപമകളും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുരുഷാരം അവൻ്റെ അടുക്കൽ എന്ത് ചെയ്തു? വന്നുകൂടി അല്ലേ? വന്നുകൂടിയപ്പോൾ എനിക്ക് അവിടെ ആദ്യം കാണാൻ കഴിഞ്ഞത്, എല്ലാവരും വരുന്നുണ്ട്, പക്ഷെ ഒരു നല്ലൊരു ഇടയനെ ഞാൻ അവിടെ കണ്ടു. നല്ലൊരു ഇടയനെ ഞാൻ കണ്ടു. നമുക്കറിയാം, നമുക്കൊന്ന് ജസ്റ്റ് ഒരു വചനം ജസ്റ്റ് ഫുള്ള് വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്നെടുത്ത് നോക്കി നമുക്കറിയാൻ കഴിയും. മർക്കോസ് 6-ാം അധ്യായം അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, 34-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു, അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ. ആമേൻ. എന്ത് മനസ്സിലായി? ഇടയനില്ലാത്ത ആടുകളെ പോലെ. അവർക്ക് എന്തുണ്ടായിരുന്നില്ല? ഒരു ഇടയൻ അവിടെ ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് റെഡി ആയത്. അവർക്ക് എന്തായി? ആദ്യം അവൻ എന്തായി? ഒരു ഇടയനായിട്ട് മാറി. അവൻ ഒരു അപ്പനായിട്ട് അവരെ ഇടിവിൽ നിന്നു. ഒരു അപ്പനായിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. ഇടയനാകുമ്പോൾ എന്താണ്? ഒരുപാട് റോൾസ് ഉണ്ട് അല്ലേ? റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഉത്തരവാദിത്തമുള്ളൊരു ഒരു പദവിയാണ് ഇടയൻ എന്ന് പറയുന്നത് അല്ലേ? സോ ആദ്യം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് എന്താണ്? ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരിങ്ങനെ നടക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പാതറി പറഞ്ഞ് നടക്കുവാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ആ ഇടയന്റെ ആ നല്ല മനസ്സുള്ള അപ്പൻ എന്ത് ചെയ്തു? അവരെ റെഡിയായി, ഉപമകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് റെഡിയായിട്ട്, ഞാൻ റെഡിയാണ്, കമോൺ എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിരുന്ന് കഥകൾ പറഞ്ഞു തുടങ്ങി. ഉപമകളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ അപ്പന്റെ ഹൃദയമാട്ടോ, അപ്പന്റെ ഹൃദയം വേദനിച്ചു തുടങ്ങിയിട്ട്, അയ്യോ ഇത്രയും സമയമായില്ലേ, വിശക്കുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് വിശപ്പുണ്ട്. ഇടയന് മാത്രമേ, നല്ല അപ്പന് മാത്രമേ മക്കളുടെ വിശപ്പ് അറിയാൻ പറ്റത്തുള്ളൂ. മക്കളുടെ വിശപ്പ് അറിയണമെങ്കിൽ അത് നല്ല ഒരു അപ്പന് മാത്രമേ പറ്റത്തുള്ളൂ. തോന്നിട്ടുണ്ടോ? കല്യാണത്തിന് പറഞ്ഞ് പോയിട്ടുള്ളതല്ലേ? സദ്യക്ക് പോയിട്ടുണ്ടല്ലേ? അവിടെ അടച്ചിരിക്കുമല്ലോ. ഫസ്റ്റ് അവർ ക്ലോസ് ചെയ്തേക്കും, എല്ലാരും നിൽക്കും. അപ്പൊ മാറി നിന്ന് കൊടുക്കും. പോയി കഴിച്ചിട്ട് ഞാൻ രണ്ടാമത് പോവാം പറയോ? ഞാൻ പറയത്തില്ല, നിങ്ങൾ പറയോ? ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ റഷ് നമ്മൾ തള്ളി കയറുക ചെയ്യുന്നത്. അവരെ വിശപ്പിനെ പറ്റിയൊന്നും ഞാൻ അന്വേഷിക്കത്തില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ എൻ്റെ അപ്പൻ അങ്ങനെ അല്ലായിരുന്നു. വന്നിരിക്കുന്ന ഓരോ ആൾക്കാർക്കും അവർക്ക് വിശക്കുന്നുണ്ട്. ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, പോയി നോക്ക്, എൻ്റെ മക്കൾക്ക് വിശക്കുവാ, അവർക്ക് തിന്നാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. ശിഷ്യന്മാര്, ഈ മരുഭൂമിയിൽ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? ഞാൻ എന്തോ ഉണ്ടാക്കി എടുത്തോണ്ട് വരാനാ ഇത്രയും പേർക്ക് കൊടുക്കാനായിട്ട്? ഇവിടെ ഇരിക്കുന്നവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ പറയാം അല്ലേ? പോയി കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരാം. ഒരു 30-40 ഒക്കെ ഉള്ളൂ, നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ആ ഒരു പുരുഷാരം എന്ന് പറയുന്നത്, ഇതിനകത്ത് തന്നെ വ്യക്തമായിട്ട് കണക്കൊക്കെ പറയുന്നുണ്ടല്ലേ, ഫുൾ പറയുന്നില്ല, 5000-ഓളം പുരുഷന്മാരെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഇത്രയും വലിയൊരു പുരുഷാരത്തിന് ഞാൻ എങ്ങനെ ചെയ്യും? എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ശിഷ്യൻ ആലോചിച്ചു, കർത്താവിന് അറിയത്തില്ലേ എൻ്റെ കീശ കാലിയാണെന്നുള്ള കാര്യം? കർത്താവിന് അറിയത്തില്ലേ? ഇത്രയും നാളും കർത്താവിന്റെ കൂടെയല്ലേ നടക്കുന്നേ? എന്നിട്ട് കർത്താവിന് അറിയത്തില്ല എൻ്റെ കയ്യിലൊന്നും പൈസയൊന്നും ഇല്ല, എന്നിട്ട് ഈ 5000 പുരുഷന്മാരെ പോറ്റാനായിട്ട് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും അല്ലെ? അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരെങ്കിലും കർത്താവിന്റെ വാക്ക് കേട്ടു. അവൻ പറഞ്ഞതല്ലേ, പോയി നോക്കാം. പോയി നോക്കിയപ്പോ ഒരു പാലിന്റെ കയ്യില് 5 ഏത്തപ്പവും 2 ചെറിയ മീനുവാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, നമുക്ക് ശരിയാവോ? നമുക്ക് ഒരാൾക്ക് പറ്റോ? ഒരു 5 അപ്പവും 2 ഏത്തവും 2 ചെറിയ മീൻ എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് മതിയാവത്തില്ല അല്ലേ?
ചിലപ്പോൾ നമുക്ക് വീണ്ടും വിശക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ശിഷ്യന്മാർ വീണ്ടും നോക്കുക, അയ്യോ എന്തോരോ ആൾക്കാർ ഇരിക്കുന്നത്, എന്ത് ചെയ്യും. അവരെന്ത് ചെയ്തില്ല, സ്വന്തമായിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നിന്നില്ല. പറ്റത്തില്ലെന്നറിയാം, ശിഷ്യന്മാർക്ക് നല്ലവണ്ണം അറിയാം, ഞാൻ ഇതിന് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നടക്കത്തില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് 10 അപ്പം കൂടി വാങ്ങാന്ന് വെച്ചാലും നടക്കത്തില്ല. കാര്യം എന്ത് ചെയ്തു, പോയി പറഞ്ഞയച്ചില്ലേ, ഒരാളുണ്ടല്ലോ അല്ലേ, പറഞ്ഞയച്ചില്ലേ, പോയി എൻ്റെ മക്കൾക്ക് വിശക്കുന്നു, സാധനം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞില്ലേ, ആ വ്യക്തിയോട് തന്നെ പോയി പറയുക. നടക്കത്തില്ല, ഒന്നുമില്ല. ഒരു ബാലനായി ഇവിടെ ഉള്ള അവൻ്റെ കയ്യിൽ ആകെ 5 മീനും 5 അപ്പവും 2 ചെറിയ മീനേ ഉള്ളൂ. സോ എങ്ങനെ നമുക്ക് പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അവൻ പോയി പറഞ്ഞു അല്ലേ. അപ്പം എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല അവര്. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരും സൊല്യൂഷൻ കണ്ടുപിടിക്കുമല്ലേ. നമ്മുടെ ഓരോരോ അവസ്ഥകൾക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ. നാളെ ഒരു ബാങ്ക് ലോൺ എനിക്ക് ക്ലോസ് ചെയ്യാനുണ്ട്, ഞാൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് അടുത്ത ആളെ നിന്ന് പലിശയ്ക്ക് കടം വാങ്ങും അല്ലേ. അത് അവിടെ ശരിയാവോ? പലിശക്കാരന് കൊള്ള പലിശ കൊടുത്തായിരിക്കും ആ പൈസ കൊണ്ടുവന്ന് ഈ ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ പിന്നെ എന്ത് ചെയ്യും, പിന്നെയും ആവലാതിപ്പെട്ട് ആവശ്യപ്പെട്ട് പരവേശപ്പെട്ട് ഓടുവാ, ഞാനിത് എന്ത് ചെയ്യും, ഇതെങ്ങനെ എനിക്ക് വീട്ടാൻ പറ്റും. പക്ഷെ അപ്പോഴതോ പറയുന്നത്, സ്വന്തമായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിൽക്കരുത്. ഒരിക്കലും സ്വന്തമായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കരുത്. നിന്റെ പ്രശ്നങ്ങൾക്ക് സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നീ നിന്നേക്കരുത്. വിട്ടുകൊടുത്തേക്ക. കർത്താവിന്റെ കരങ്ങളിൽ നീ അത് കൊടുക്കുവാണെങ്കിൽ അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് നിനക്ക് തരുമ്പോൾ നീ അതിന് തൃപ്തിയുള്ളതായിട്ട് മാറും. സ്വന്തമായിട്ട് നീ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് അതിലൊരു തൃപ്തിയും ഉണ്ടാവത്തില്ല, നിനക്കതിന് തികയത്തുമില്ല. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് അറിയായിരുന്നു, അവർക്ക് സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളോടെല്ലാം ദൈവമക്കളെ, നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയുക, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നിന്നേക്കരുത്. കർത്താവിലേക്ക് കൊടുത്തേക്ക. അവര് പറഞ്ഞത് കൊണ്ടാ കർത്താവ് അറിഞ്ഞതല്ലേ, കർത്താവ് അവരെ പറഞ്ഞയച്ചതേ ഉള്ളൂ, പോയി നോക്കിയിട്ട് വരാൻ. പക്ഷെ അവർ പറയാതിരുന്നിരുന്നെങ്കിൽ കർത്താവ് അറിയുമായിരുന്നോ? ഇല്ല, പറഞ്ഞു. അവരവിടെ എന്ത് ചെയ്തു? പറഞ്ഞു. അതുപോലെ നീ ഒന്ന് വാ തുറന്ന് പറ. ആരെ മുമ്പിലാ ഈ നാണക്കേട് വിചാരിച്ചോണ്ടിരിക്കുന്നേ അല്ലേ? പറ. അപ്പനല്ലാതെ വേറെ ആർക്കും ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ ഒരു പ്രോബ്ലത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് അപ്പനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. സോ വിട്ടുകൊട, നിങ്ങൾ തന്നെ വിട്ടുകൊട. ഈ ഭാരം, പ്രയാസം എല്ലാം അവൻ തന്നെ പറയുക, എൻ്റെ മേൽ ഭരമേൽപ്പിക്കാനായിട്ടാ കർത്താവ് പറയുന്നത്. സോ വിട്ടോട്, കർത്താവിലേക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിനെ വർദ്ധിപ്പിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭാരങ്ങളുമായിട്ട് നീറുന്നില്ലേ, ഞെരുങ്ങുന്നില്ലേ, ആരും എന്നെ കാണുന്നില്ല എന്ന് പറയുന്നില്ലേ, വിട്ടുകൊടുത്തോ. പ്രാർത്ഥനാ മുറിയിൽ പോയി നീ ഒന്ന് മുഴങ്കാൽ മടക്കി ഇരുന്നാട്ടെ. എന്നിട്ട് സ്വർഗ്ഗസ്ഥനായ അപ്പനോട് ഒന്ന് തുറന്നു പറ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലപ്പാ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നാളത്തെ ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിലേക്ക് തരുക എന്ന് എത്ര പേര് ഇന്ന് മുതൽ പറയാൻ റെഡിയാവും? എൻ്റെ കയ്യിൽ ഒന്നുമില്ല. സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ നിന്നേക്കരുതേ. നീ ആ കുഴിയിൽ മുങ്ങിപ്പോവും, നീ ആ കുഴിയിൽ വീണ് പോവും, പിന്നെ നിനക്ക് അതിൽ കരകയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്റെ പ്രശ്നമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നീ കൊടുക്കുവാണെങ്കിൽ അവൻ നിനക്കതിനെ വാഴ്ത്തി വർദ്ധിപ്പിച്ച് ഇരട്ടിയാക്കി നിനക്ക് മതി വരുവോളം തന്ന് തൃപ്തിയോടുകൂടിയേ കർത്താവ് വിട്ടു പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ പറ്റി കൺസേൺ ഉള്ള ഒരു വ്യക്തി അപ്പൻ, ഒരു ഇടയൻ്റെ ഹൃദയവാ, ഒരു നല്ല അപ്പൻ്റെ ക്വാളിറ്റി ഉള്ളൊരു ആളാ നമ്മുടെ യേശു. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ അവനെ തള്ളി പറഞ്ഞാലും അവൻ ഒരിക്കലും നിങ്ങളെ തള്ളി പറയുന്നില്ല അല്ലേ. കൂടെ നിന്ന പത്രോസ് അവനെ 3 വട്ടം തള്ളി പറയുന്നത് അല്ലേ. എന്നിട്ടും പത്രോസിനെ അകറ്റി നിർത്തിയോ? വന്നപ്പോൾ അടി കൊടുത്തോ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? അടിച്ചേനെ അല്ലേ. വേദനിപ്പിക്കുന്ന രീതിയിലുള്ള, മുറിവേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞേനെ. പക്ഷെ അപ്പൻ അങ്ങനെ ചെയ്തോ? ഇല്ല. അപ്പൻ അവനെ ചേർത്ത് പിടിക്കുക ചെയ്തത്. അതുകൊണ്ട് ആ ഒരു നല്ലൊരു അപ്പനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഭയം വേണ്ട, ഭാരം വേണ്ട, പ്രയാസം വേണ്ട. നീ വന്നിരിക്കുന്നത് കറക്റ്റ് പ്ലേസിലാണ്. ആരൊക്കെ നിന്നെ എന്തൊക്കെ പറഞ്ഞാലും മൈൻഡ് ചെയ്തേക്കണ്ട കേട്ടോ. നീ വന്നേക്കുന്നത് കറക്റ്റ് പ്ലേസിലാണ് നീ വന്നേക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഭയം വേണ്ട, ഭാരം വേണ്ട. പ്രശ്നമുണ്ടോ? വിട്ടുകൊടുക്ക്. അപ്പൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തോ, അവൻ നോക്കിക്കോളും. ഇതൊന്നും അവൻ ഇതെല്ലാം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്.
നമ്മുടെ എല്ലാവരുടെയും, എൻ്റെ ആയിരുന്നാലും നിങ്ങളുടെ ആയിരുന്നാലും പ്രശ്നങ്ങൾ അപ്പന് വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് വിട്ടുകൊടുത്തേക്ക്. സ്വന്തമായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ അവൻ്റെ കയ്യിൽ നീ കൊടുക്കുവാണെങ്കിൽ അവൻ നിനക്ക് തരുന്നത് എപ്പോഴും തൃപ്തിയുള്ളതായിരിക്കും. അപ്പം നമുക്കവിടെ സന്തോഷത്തോടു കൂടിയാൽ അവർ മടങ്ങി, അവർ കഴിച്ചു, തിന്നു, തൃപ്തരായി എന്നാണ് ആ വചനം മുഴുവൻ നമുക്കതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ വീണ്ടും കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അവർ അടയാളം കണ്ടത് കൊണ്ടല്ല അവരെൻ്റെ കൂടെ വരുന്നത്, അവർ തൃപ്തി ഉള്ളത് കൊണ്ടാണ് അവർ വരുന്നത്. ആ തൃപ്തി ഇന്ന് നിങ്ങൾക്കും എനിക്കും വേണോ? വേണമെന്ന് പറയുന്നവരെല്ലാവരും 2 കരങ്ങളെ ഉയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞേ. എനിക്കത് വേണം, എനിക്ക് വേണം പപ്പ, എനിക്കത് വേണം. പക്ഷേ കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തൃപ്തരായത് കൊണ്ടത്രേ അവരെന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. ഇപ്പം എന്നോടുള്ള ഒരു വാണിംഗ്, നീ കഴിക്കേണ്ടതേ ആ ഹോട്ടലിലുള്ള ഫുഡ് മാത്രമല്ല, ജീവന്റെ അപ്പത്തെ കഴിച്ചാൽ മാത്രമേ നിന്റെ ഈ ജീവൻ നിലനിൽക്കത്തുള്ളൂ. നിന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ നീ ജീവന്റെ അപ്പത്തെ കഴിച്ചേ പറ്റൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും, അപ്പൊ ജീവന്റെ അപ്പം എവിടെ കിട്ടും? അല്ലെ, അരിമാവിൽ ഉണ്ടാക്കുന്ന അപ്പമാണോ എന്ന് എല്ലാവരുടെ ഉള്ളത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടായി കഴിഞ്ഞല്ലേ. പക്ഷേ കർത്താവ് തുടർന്നുള്ള യോഹന്നാൻ 6 തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവർ അവനോട് 34-ാം അധ്യായത്തിൽ അവർ പറയുന്നുണ്ട്, അവർ അവനോട് കർത്താവേ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. എന്തുവാ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ? കർത്താവ് പറഞ്ഞായിരുന്നു മനുഷ്യപുത്രൻ മാത്രമേ ഈ അപ്പം തരത്തുള്ളൂ എന്ന്. അപ്പൊ അവർ ചോദിക്കുന്നു, മനുഷ്യപുത്രൻ, അപ്പൊ ആരാ ഈ മനുഷ്യപുത്രൻ എന്നൊരു ചോദ്യം അവിടെ വന്നു. അപ്പൊ നമുക്കറിയാലേ, മനുഷ്യപുത്രനായി നമ്മുടെ ലോകത്തിൽ അവതരിച്ചതാരാ? യേശു അല്ലേ. അപ്പൊ അവന് മാത്രമേ ഇത് തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവൻ ഇത് ഫ്രീ ആയിട്ട് തരോ? അപ്പൊ ശിഷ്യന്മാർ വീണ്ടും ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യണം? ആ അപ്പം എനിക്ക് കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അവനെ ഞാൻ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്നൊരു ചോദ്യം ചോദിച്ചോ. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ അവനിൽ വിശ്വസിച്ചാൽ മാത്രം മതി. അവൻ അപ്പം നിനക്ക് തരും, ജീവന്റെ അപ്പം നിനക്ക് അവൻ തരും. വിശ്വാസമുണ്ടെങ്കിൽ സകലവും സാധ്യമാണ്. വിശ്വാസമുണ്ടെങ്കിൽ സകലവും സാധ്യമാണ്. അത് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോയി പൈസ കൊടുത്ത് ട്യൂഷന് പോയി കിട്ടുന്ന ഒരു സാധനമല്ല വിശ്വാസം. അത് നിന്റെ ഉള്ളിൽ തന്നെ ഉടലെടുക്കേണ്ടതാ. അത് നിന്റെ അപ്പനുമായിട്ടുള്ളൊരു ബന്ധം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ വിശ്വാസം ഉണ്ടാവത്തുള്ളൂ അല്ലേ. ഭാര്യ ഭർത്താവും തമ്മിൽ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ വിശ്വാസം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എന്തല്ല? സ്ട്രോങ് അല്ല. സോ നീ നിന്റെ അപ്പനുമായിട്ടുള്ള ബന്ധം സ്ഥിരതയുള്ളതാണെങ്കിൽ, അത് സ്ട്രോങ് ആണെങ്കിൽ, വിശ്വാസം തനിയെ നിന്റെ ഹൃദയത്തിൽ നിന്ന് അത് ഉടലെടുക്കും. വിശ്വാസം തനിയെ നിന്റെ ജീവിതത്തിൽ അത് ഉടലെടുക്കും. അതൊരിക്കലും നിനക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പൈസ കൊടുത്ത് നിനക്ക് ഒരിടത്തും പോയി ഒരു ഷോപ്പിലും കിട്ടുന്ന ഒരു സാധനമല്ല വിശ്വാസം. അത് നീയും നിന്റെ അപ്പനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ, ബോണ്ടിൽ മാത്രം ഉടലെടുക്കുന്ന ഒരു സാധനമാണ് വിശ്വാസം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഈ ജീവന്റെ അപ്പം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ ജീവന്റെ അപ്പം നീ കഴിച്ചാൽ മാത്രമേ നിനക്ക് ദാഹിക്കാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിശക്കാതിരിക്കത്തുള്ളൂ. കർത്താവ് അപ്പോൾ വീണ്ടും അവരോട് പറയുക, അപ്പൊ അവർ ചോദിക്കുക, എവിടെ ജീവന്റെ അപ്പം, ഇതെവിടെ എന്നവർ ചോദിക്കുമ്പോൾ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കൂടെ നടന്നിട്ട് പോലും നീയൊക്കെ എന്നെ ഒന്ന് വിശ്വസിക്കുന്നില്ല. കണ്ടതാ, ആ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടതാ, ആ 5 അപ്പത്തെ 2 ചെറിയ മീൻ അവൻ വാഴ്ത്തി അനുഗ്രഹിച്ച് അവർക്ക് കൊടുത്ത 12 കൂട്ടം മിച്ചമുള്ളത് ഈ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ കണ്ടതാ. പക്ഷേ കർത്താവ് കടലിന്റെ മീതെ കൂടെ നടന്നു വന്നപ്പോ ഭൂതം എന്നും പറഞ്ഞ അലറി ഓടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൂടെ നടന്നവർക്ക് പോലും വിശ്വാസമില്ല അല്ലെ. കൂടെ നടന്നവർക്ക് പോലും വിശ്വാസമില്ല. പിന്നെ നീ ഇതെങ്ങനെ കഴിക്കും? നീ എങ്ങനെ ഭക്ഷിക്കും? ഇത് കഴിച്ചാൽ മാത്രമേ നിനക്ക് ദാഹിക്കാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ മാത്രമേ നിനക്ക് വിശക്കാതിരിക്കത്തുള്ളൂ. പക്ഷേ നിനക്ക് എന്തില്ല? വിശ്വാസമില്ല. അവരുടെ ഹൃദയം കഠിനമായി പോയെന്ന് വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ടല്ലേ. കർത്താവ് മലയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ശിഷ്യന്മാരെ കടലിൽ നിർത്തിയിട്ട് പോയതല്ല, അവർ കടലിൽ നടുവിലായി പോയി. കാറ്റടിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അതെന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. അവർ പേടിച്ചിരിക്കുന്നത് കണ്ടിട്ടാ കർത്താവ് അവരുടെ അടുക്കലേക്ക് പോകുന്നത്. പക്ഷെ കർത്താവ് അതിന്റെ മീതെ കൂടെ നടക്കുന്നത് കണ്ടപ്പോ ശിഷ്യന്മാർ എന്ത് ചെയ്തു? പേടിച്ചു പോയി.
അല്ലെ? എന്താ ചെയ്തു അവര്? ഭൂതം എന്ന അലറി. അവരുടെ ഹൃദയം കഠിനമായിരുന്നു. അപ്പത്തിന്റെ കാര്യം അവർ ഓർത്തത് പോലുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ. അങ്ങനെയുള്ളവരാവരുത് നമ്മള്. മറന്നു പോവരുത്. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെ നീ മറന്നു പോയേക്കരുത്. നിനക്ക് വീണ്ടും ഒരു പ്രതിസന്ധി, പ്രതികൂലം വരുമ്പോ, കാറ്റുകൾ, തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത നന്മകളെ നീ മറന്നു പോവരുത്. മറന്ന് മന്ദബുദ്ധികളായിട്ടിരുന്ന് വീണ്ടും വീണ്ടും മനുഷ്യനെ ആശ്രയിക്കാൻ നീ പോവരുത്. നിന്നോണം. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അന്ത്യം വരെ നിന്നെ കാപ്പാൻ അവന് ശക്തനാണ്. അവനത് നല്ലവണ്ണം അറിയാം. പതറിപ്പോയേക്കരുത്. പതറിപ്പോയേക്കരുത്. ശിഷ്യന്മാരെ പോലെ ആയേക്കരുത്. നമുക്കറിയാല്ലേ, സെഖര്യാവിന്റെ വിശ്വാസം കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയതല്ലേ? പുരോഹിതനായിട്ട് പോലും അവൻ അവിശ്വസിച്ചു. എന്നാൽ സാധാരണയായൊരു മറിയ അതിനെ ഏറ്റെടുത്തു. വിശ്വസിച്ച് ഏറ്റെടുത്തപ്പോ അതിന്റെ പ്രതിഫലം അവൾക്കുണ്ടായി അല്ലേ? അതുപോലെ തന്നെ അബ്രഹാമിന്റെ വിശ്വാസത്തെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം, ആ ഒരു കുളത്തിനിടയിൽ കിടന്ന, ആ ബെഥേസ്ദ കുളത്തിൽ അവിടെ കിടന്ന ആ ഒരു രോഗിയെ പറ്റി വിശ്വസിച്ചു. നിന്റെ കിടക്കയെടുത്ത് നടക്കാന്ന് പറഞ്ഞു. കുളത്തിന്റെ അനക്കം നോക്കി കിടക്കേണ്ട ആവശ്യമില്ല. കാരണം നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാ? യേശുവാ അല്ലേ? ഇത് കലക്കാൻ വരുന്ന ദൂതനെ പറഞ്ഞയക്കുന്നവനാണ് എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നേ. പിന്നെ നീ എന്തിനാ വിശ്വസിക്കുന്നേ? നീ എഴുന്നേറ്റ് നട. നിന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം. നീ എത്ര ദിവസം പള്ളിയിൽ പോയെന്ന് പറഞ്ഞിട്ടോ, ഇതേപോലെ മൈക്കെടുത്ത് പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ടോ, പാട്ടുപാടി എന്ന് പറഞ്ഞിട്ടോ, കീബോർഡ് വായിച്ചെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. നിന്റെ വിശ്വാസം, നിന്റെ വിശ്വാസം കൊണ്ട് മാത്രമേ ഈ മലയെ നിനക്ക് നീക്കാൻ കഴിയത്തുള്ളൂ. നിനക്ക് കടുകുമണിയോട് നിനക്ക് വിശ്വാസം ഉണ്ടോ? നീങ്ങാൻ പറ, നീങ്ങാൻ പറ. ഈ മലയോട് നീങ്ങാൻ പറ. അത് അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. പ്രതികൂല കാറ്റുകൾ വാഞ്ഞടിക്കുമ്പോൾ, വലിയ എന്തൊക്കെ വന്നാലും, കാറ്റായാലും തിരമാലയായാലും നിന്റെ ജീവിതത്തിൽ വന്നാലും, നിന്നെ ജീവനോട് അയച്ചിരിക്കുന്നത് ആരാ? ആ ജീവന്റെ അപ്പന. ആ കർത്താവ് അറിയാതെ നിന്റെ ശരീരത്തില് നിന്റെ തലമുടി പോലും ഒന്നും കൊഴിയത്തില്ല എന്ന് പറയുന്നല്ലേ? നിന്റെ തലമുടി കൊഴിഞ്ഞാൽ അവൻ അറിയാം. എൻ്റെ മകളുടെ ആണ് കൊഴിയുന്നത്. അവന് നല്ലവണ്ണം അറിയാം. സോ കരയണ്ട, കരയണ്ടെന്നേ. വിശ്വാസത്തിൽ അങ്ങ് ഉറച്ചു നിന്നാ മതി. വിശ്വാസത്തിൽ ഉറച്ചു നിന്നാ മതി. പറയുന്ന ആൾക്കാരില്ലേ പറഞ്ഞോട്ടെ, പറയുന്ന ആൾക്കാരില്ലേ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുന്നില്ലേ? പറയട്ടെ, പറയട്ടെ. പക്ഷെ നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? ജീവനിലേക്കാണല്ലേ? നിത്യജീവനിലേക്കാണ് നമ്മുടെ യാത്ര. ആ നിത്യജീവന് വേണ്ടിയാണ് എൻ്റെ നിങ്ങളുടെ യാത്ര. അതിൽ നീ ഉറപ്പോട് വിശ്വാസത്തോടു കൂടി നിന്നാൽ മാത്രം, വേറെ ഒന്നും വേണ്ട. കർത്താവിന് വളരെ സങ്കടമായല്ലേ? ഇത്രയും കൂടെ അത്ഭുതങ്ങൾ കണ്ട ശിഷ്യന്മാരാണ് കർത്താവിനെ വീണ്ടും തള്ളി പറയുന്നതും അയ്യോ അലറി വിളിക്കുന്നതും. അങ്ങനെയുള്ളവരായി മാറരുത്. നീയും ഞാനുമെങ്കിലും അങ്ങനെയുള്ള ഒരു തലമുറയായി മാറരുത്. വിശ്വസിക്കുക. എന്തു വന്നാലും പതറിപ്പോകത്തില്ല. ഞാൻ വീഴത്തില്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. വീണു പോകത്തില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്റെ കരം പിടിച്ചിരിക്കുന്നത് എന്റെ അപ്പനാണ്. ആ അപ്പൻ ഉള്ളിടത്തോളം കാലം ഞാൻ വീണു പോകത്തില്ല. ആർക്കും നിന്നെ തള്ളി താഴെ ഇടാനും പറ്റത്തില്ല. ആ ഒരു ഉറപ്പ് മാത്രം മതി. നിന്നെ കർത്താവ് നിത്യജീവനിലേക്ക്, നിത്യജീവൻ നിനക്ക് ലഭിക്കും. ഈ ഭൂമിയിലെ എന്തെങ്കിലും കഴിച്ച്, എന്തെങ്കിലും കുടിച്ച് ഈ ജീവൻ ഇവിടെ ഇട്ടിരിക്കുന്നതിൽ കാര്യമില്ല. നിത്യജീവനിൽ ഒരു അവകാശമില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ നീ കഴിച്ചെന്ന് പറഞ്ഞാലും, ബിരിയാണി കഴിച്ചെന്ന് പറഞ്ഞാലും, അൽഫാം കഴിച്ചെന്ന് പറഞ്ഞാലും ഒന്നും കാര്യമില്ലെന്നേ. നിന്റെ ഇവിടുത്തെ അല്പസമയത്തുള്ള വിശപ്പിനെ മാത്രമേ നിനക്ക് അകറ്റി നിർത്താൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ കുറച്ച് നേരത്തേക്ക് കൺട്രോൾ ആകത്തുള്ളൂ. വീണ്ടും നിനക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? വിശക്കാൻ തുടങ്ങും. പക്ഷേ ജീവന്റെ അപ്പത്തെ നീ ഭക്ഷിക്കുവാണെങ്കിൽ നിനക്ക് പിന്നെ വിശക്കത്തില്ല. നീ വിശ്വാസത്തിൽ ജീവിക്കും. നീ വിശ്വാസത്തിൽ കാണാൻ തുടങ്ങും. നീ വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കത്തില്ല, ഈ രോഗം നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ. നോ നോ നോ. ഞാൻ വിശ്വസിക്കുന്ന ആളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരെയാണ് അറിയുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ വീണു പോകത്തില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നെ കുരുക്കത്തില്ല. രോഗം എന്നെ അടിമപ്പെടുത്തത്തില്ല. ഞാൻ അതിൽ നിന്ന് പുറത്തു വരാം. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. അവൻ മരണത്തെ ജയിച്ച ദൈവമാ. അവൻ മരണത്തെ ജയിച്ച ദൈവമാ. സോ അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നേ. ആരൊക്കെ കളിയാക്കിക്കോട്ടെ, ആരൊക്കെ ദുഷിച്ച് പറഞ്ഞോട്ടെ, എനിക്ക് സാരമില്ല, എനിക്ക് സാരമില്ല. എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് ആരാണെന്ന്
എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ വിളിച്ചത് ആരാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വീണു പോകത്തില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്തായാലും, രോഗം എന്തോ ആയാലും ഞൊടി നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാതിരുന്നാൽ മാത്രം മതി. സ്വന്തമായിട്ട് പോയി ഉത്തരം കണ്ടുപിടിച്ച് കുഴി വീഴാതെ വിട്ടുകൊടുത്തേക്ക്. നിന്റെ പ്രശ്നങ്ങളെല്ലാം ആ നല്ല കർത്താവിലേക്ക് വിട്ടുകൊടുത്ത് നിനക്ക് തൃപ്തി തരുന്നൊരു ദൈവമുണ്ട്. ആരൊക്കെ നിനക്ക് തന്നാലും, സ്നേഹം തന്നാലും അതിലും നിങ്ങൾ തൃപ്തരല്ല. നമ്മൾ തൃപ്തരാണോ? ഒരിക്കലുമല്ല. അപ്പൻ്റെ അമ്മയുടെ സ്നേഹമാണെങ്കിലും മക്കളുടെ സ്നേഹമാണെങ്കിലും ആരുടെ സ്നേഹം എന്ന് പറഞ്ഞാലും നമ്മൾ തൃപ്തരല്ല. പക്ഷേ തൃപ്തി തരാൻ കഴിയുന്ന ഒരേ ഒരാൾക്കേ ഉള്ളൂ. അതെൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. അവന് മാത്രമേ നിനക്ക് തൃപ്തി തരാൻ പറ്റത്തുള്ളൂ. തന്ന് തൃപ്തരായി തീരുവാനായിട്ട് നിനക്ക് കർത്താവിന് മാത്രമേ ഉള്ളൂ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ തന്ന മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അപ്പൊ അവൻ്റെ ശരീരത്തെയാണ് അവൻ അപ്പമെന്ന് പറയുന്നത്, അല്ലേ? അവൻ്റെ ശരീരത്തെ അവൻ അപ്പമെന്ന് പറയുന്നത്. ആ അപ്പം നിങ്ങൾക്കും എനിക്കും വേണ്ടിയാ തന്നേക്കുന്നേ. അവൻ തന്നേക്കുന്നത് ആ അപ്പത്തെ, ആ ശരീരത്തെ തന്നേക്കുന്നത് നമുക്ക് വേണ്ടിയാ. ആ ജീവനെ, ആ രക്തത്തെ ഒഴുക്കിയത് എനിക്ക് നിനക്കും വേണ്ടിയാ. വില കൊടുത്ത് വാങ്ങിയ വിലപിടിപ്പുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ജീവന്റെ അപ്പം അവനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തിനെയാണ് നമ്മൾ ദിവസവും ഭക്ഷിക്കേണ്ടത്? ബൈബിളിനെ ഭക്ഷിക്കാൻ പറ്റുമോ? എന്തിനാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്? അങ്ങനെയാണോ പറയുന്നത്? അല്ല. യോഹന്നാൻ 1 തന്നെ പറയുന്നു, അവൻ ആരാകുന്നു, അല്ലേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇടയിൽ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്നത് എന്താണ്? വചനമാണ്. ദൈവവചനമാണ് നമുക്ക് നിരന്തരമായിട്ട് ഡെയിലി നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്നതായിട്ടുള്ള അപ്പം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ആ വചനത്തിന് ജീവനുണ്ടെന്നേ. ഈ വായിക്കുന്നില്ലേ, ഈ കൊണ്ട് നടക്കുന്നില്ലേ, ഈ ഒരു കറുത്ത പുസ്തകമല്ല നീ കൊണ്ട് നടക്കുന്നത്. ജീവനെയാണ് നീ ക്യാരി ചെയ്യുന്നത്. ജീവനെ ക്യാരി ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വചനത്തെ നീ മുറുകെ പിടിക്കുന്നെങ്കിൽ, ഇതിനെയാണ് നീ മാറോട് ചേർത്ത് പിടിക്കുന്നതെങ്കിൽ നീ പരാജയപ്പെട്ടു പോവത്തില്ലെന്നേ. നീ ജീവനെ ക്യാരി ചെയ്യുന്നത്, ജീവന്റെ കൂടെയാണ് നീ നടക്കുന്നത്. അതുകൊണ്ട് നീ വീണ് പോവത്തില്ല. അതുകൊണ്ട് ദിവസവും നിനക്ക് ഭക്ഷിപ്പാൻ കഴിയുന്നത് അവൻ്റെ വചനത്തെ ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നീ ദിവസവും നിരന്തരമായിട്ട് നീ അതിനെ ഭക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് പിന്നെ വിശക്കത്തില്ലെന്നേ. പ്രശ്നം വരുമ്പോഴും നീ തളർന്നു പോകത്തില്ല. ആ പ്രശ്നത്തെ നോക്കി ഈ ജീവന്റെ വചനത്തെ നീ പറഞ്ഞ് ആ പ്രശ്നത്തെ നീ മറികടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുമെന്നാ പറയുന്നേ. പാഞ്ഞു ചെല്ലുമെന്നാ പറഞ്ഞാൽ പതിയെ നടന്നു പോകുന്നല്ല പറയുന്നത്. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ പാഞ്ഞു പോകും. നിന്നാൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എൻ്റെ കർത്താവിന് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ മതിലിനെ എന്ത് ചെയ്യും? ചാടിക്കടക്കും, അല്ലേ? അതുകൊണ്ട് വചനം, ആ വചനത്തെ നീ നിരന്തരമായി ധ്യാനിച്ച് അത് നിന്റെ ആഹാരമായി ഭക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് പിന്നെ നിനക്ക് പിന്നെ വിശക്കത്തില്ല. അതുപോലെ തന്നെ കർത്താവ് പറയുന്നല്ലേ, ഒടുക്കത്തെ നാളിൽ അവൻ നിന്നുകൊണ്ട് ചോദിക്കുക, ദാഹിക്കുന്നവൻ ഏവനും ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരുവിനല്ലേ. ഞാൻ നിനക്ക് നൽകുന്നത് ജീവജലത്തിൻ്റെ നദികളെയാണ് അവൻ തരാൻ പോകുന്നത്, അല്ലേ? ജീവജലത്തിൻ്റെ നദികളാണ് നിന്നിൽ നിന്ന് ഒഴുകാൻ പോകുന്നത്. നിനക്ക് ദാഹം ഉണ്ടെങ്കിൽ വാ, കർത്താവിൽ നിന്ന് പാനീയം ചെയ്യുക, കർത്താവിൽ നിന്ന് കുടിക്കുക. ഈ വചനത്തെ നീ നിരന്തരമായി നിന്റെ ആഹാരമായി മുറുകെ പിടിക്കുക. വീണു പോകത്തില്ല സിസ്റ്ററെ, വീണു പോകത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വീണു പോവാതെ അവൻ നിന്നെ ബലമുള്ളതാക്കി തന്നെ അവൻ നിർത്തും. വീണു പോകത്തില്ലെന്നേ. എത്രയൊക്കെ നമ്മൾ അകന്നു പോയിന്ന് പറഞ്ഞാലും വിളിച്ച് വേർതിരിച്ചിട്ടുള്ളതാണ് നീയും ഞാനും എന്നുണ്ടെങ്കിൽ ഒത്തിരി ഒന്നും അകന്നു പോയി നിൽക്കാൻ പറ്റത്തില്ല. വന്നേ പറ്റൂ. ഒരു ടൈം ആവുമ്പോൾ നിനക്ക് കണ്ടുമുട്ടിയേ പറ്റൂ. നിന്റെ സൃഷ്ടാവിനെ നീ അറിഞ്ഞേ പറ്റൂ. നിന്റെ സൃഷ്ടാവിനെ നീ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അയ്യോ കഷ്ടവാ. നിന്റെ സൃഷ്ടാവിനെ നീ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അയ്യോ കഷ്ടവാ.
അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഈ വചനങ്ങളെ മുറുകി പിടിച്ച് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് ജയം മാത്രമേ ഉള്ളൂ. നിനക്കൊരു നിത്യജീവൻ നീ അവകാശമായി കിട്ടും. നിനക്കൊരു നിത്യജീവൻ ഉണ്ടെന്നേ. ആരൊക്കെ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആരൊക്കെ എന്തെങ്കിലും വേണ്ടി കളിയാക്കിക്കോട്ടെ, പക്ഷെ നിനക്കൊരു നിത്യജീവനുണ്ട്. മുന്തിരിവള്ളിയിൽ കൊമ്പിൽ വസിക്കാതല്ലാതെ അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, കായ്പാനായിട്ട് കഴിയത്തില്ല. ആണോ? അല്ലേ? ഞാൻ പറഞ്ഞ തെറ്റാണോ? അല്ലേ? കൊമ്പിൽ വസിക്കാതല്ലാതെ മുന്തിരിവള്ളിക്ക് കായ്ക്കാൻ കഴിയത്തില്ല. അതുപോലെ കർത്താവിൽ വസിക്കാതെ നിനക്ക് ഫലം കായ്ക്കാനായിട്ട് പറ്റത്തില്ല. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം ആരോഗ്യമുണ്ട്, ഓടും, ഒരുപാട് വർക്ക് ചെയ്യും, ഒരുപാട് ബാക്കിയുള്ളവരെന്നൊക്കെ പ്രീതിയൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷേ പറ്റത്തില്ല, അധിക നാൾ നിൽക്കത്തില്ല. ആ ഒരു ഫലം അധിക നാൾ നിൽക്കത്തില്ല, അത് നശിച്ചു പോകും. പക്ഷെ നിന്റെ വാസം കർത്താവിലാണെങ്കിൽ അത് എന്നേക്കുമുള്ള നിത്യവാസമാണ്, അത് എന്നേക്കുമുള്ള നിത്യജീവന്റെ അവകാശമാണ്. അതൊരിക്കലും നശിച്ചു പോകത്തില്ല, അത് വാടിപ്പോകത്തില്ല, അത് ഉണങ്ങിപ്പോകത്തില്ല. അതുകൊണ്ട് നല്ല ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളികളെ പോലെ അവനിൽ നിന്നുകൊണ്ട് അവൻ്റെ വചനത്തെ ഭക്ഷിച്ചുകൊണ്ട് ആ നല്ല ഫലം കായ്ക്കുന്ന മക്കളായിട്ട് നമുക്ക് ഓരോരുത്തരുമായി തീരാം. എന്തൊക്കെ പറഞ്ഞോട്ടെ, എന്തൊക്കെ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചോട്ടെ, പക്ഷെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങൾക്ക് ജീവന്റെ അപ്പം തരും. ജീവന്റെ അപ്പം ഒരിടത്ത് കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല. അത് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് നിനക്ക് കിട്ടത്തുള്ളൂ. നിന്റെ വിശ്വാസം മാത്രമേ അതിനെ നിനക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വിശ്വാസമില്ലെങ്കിൽ നീ വെറും മണ്ണ, നിനക്ക് ജീവനില്ല. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ജീവനുള്ളൂ. നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ വിശ്വസിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. പണ്ട് കണ്ട നന്മകളെ മറന്നു പോകരുത്. കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ, അനുഗ്രഹങ്ങളെ നീ മറന്നു പോകരുത്. ഒരു പ്രതികൂല കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ വീണ് പോകുന്നവരായി തീരരുത്. എന്തൊക്കെ വന്നാലും സിസ്റ്ററെ പറഞ്ഞോട്ടെ, ബാങ്ക് ലോൺ തരത്തില്ലെന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലെന്ന് പറ. ആ മാനേജറിനോട് പോവാൻ പറ, കുഴപ്പമില്ല, ഞാൻ വിളിച്ചിരിക്കുന്നത് ആരെയാണ്? എൻ്റെ അപ്പനാ. സമയമാകുമ്പോൾ അതെനിക്ക് പാസ്സാവും. അത് നിങ്ങളൊന്നുമല്ല, അത് മുന്നേ കണ്ടിട്ടുള്ളതാ. ഞാൻ വിശ്വസിക്കുന്നത് ആരിലാണ് എനിക്കെന്ന് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരെയാണ് അറിയുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബാങ്ക് മാനേജറെ, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ എനിക്ക് ലോൺ പാസ്സാക്കിയില്ലെങ്കിലും അതിൻ്റെ വഴികളെ അവൻ എനിക്ക് തുറന്നു തരും. ആമർത്തി കുലുക്കി കവിന്നൊരു നല്ല അംശമായിട്ട് തരുന്നതല്ലേ, കവിന്നൊരു നല്ലൊരു അംശമാണ് നിങ്ങളുടെ മടിയിലോട്ട് ഇട്ട് തരാൻ പോകുന്നത്. തിന്ന് തൃപ്തരാക്കിയിട്ടേ വിടത്തുള്ളൂ. ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? ഇതിനകത്ത് നീ കയറിയിട്ടുണ്ടെങ്കിൽ തൃപ്തി തന്നിട്ട് എന്നെ ഇതിനകത്ത് നീ പറഞ്ഞു വിടത്തുള്ളൂ. തൃപ്തരല്ലാതെ ആരും ഇതിനകത്ത് നിറങ്ങി പോകത്തില്ല. അതിന് ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ നിനക്ക് തരുന്നത് നിത്യജീവനെയാണ്. ഞാൻ നിനക്ക് തരുന്നത് ജീവന്റെ അപ്പത്തെയാണ്. ആ അപ്പം കഴിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. അവൻ കഴിക്കുന്നവൻ ജീവനോടെ ഇരുന്ന് എന്റെ നന്മകളെ ചൊല്ലി വാഴ്ത്തി എന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് പറയുന്നുണ്ട്. ആ നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി വേണം നമ്മൾ ഓരോരുത്തരും കൊതിക്കാനായിട്ട്, വാഞ്ചിക്കാനായിട്ട്.